ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേന്ദ്ര സർക്കാരിൻ്റെ നാഷണൽ വാട്ടർ ഡെവലപ്മെൻറ്റ് ഏജൻസിയുടെ കീഴിലേക്കുള്ള ജോലി ഒഴിവുകളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നത്. ഇതുപോലുള്ള കേന്ദ്ര സർക്കാരിൻ്റെയും കേരള സർക്കാരിൻ്റെയും ജോലികളെക്കുറിച്ച് നിങ്ങൾക്ക് അറിയുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, താഴെ കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ ഗവൺമെൻറ് ജോലികളെക്കുറിച്ചുള്ള നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. വെൽക്കം ടു JFT ചാനൽ. കേന്ദ്ര സർക്കാരിൻ്റെ നാഷണൽ വാട്ടർ ഡെവലപ്മെൻറ്റ് ഏജൻസിയുടെ കീഴിലേക്ക് ഏതൊക്കെ തസ്തികയിലേക്കാണ് ഒഴിവുകൾ വന്നിരിക്കുന്നതെന്ന് നോക്കാം. ഒന്നാമത്തത് ജൂനിയർ എഞ്ചിനീയർ സിവിൽ വേക്കൻസിയാണ്. 16 ഒഴിവുകളാണ് ഇതിലേക്ക് വന്നിരിക്കുന്നത്. 2 ഹിന്ദി ട്രാൻസ്ലേറ്ററിലേക്ക് 1 ഒഴിവ് വന്നിട്ടുണ്ട്. 3 ജൂനിയർ അക്കൗണ്ട്സ് ഓഫീസറിലേക്ക് 5 ഒഴിവ് വന്നിട്ടുണ്ട്. 4 അപ്പർ ഡിവിഷൻ ക്ലർക്കിലേക്ക് 12 ഒഴിവ് വന്നിട്ടുണ്ട്. 5 സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് സെക്കൻഡിലേക്ക് 5 ഒഴിവ് വന്നിട്ടുണ്ട്. 6 ലോവർ ഡിവിഷൻ ക്ലർക്കിലേക്ക് 23 ഒഴിവുകൾ വന്നിട്ടുണ്ട്. ഇങ്ങനെ ടോട്ടലായിട്ട് 6 തസ്തികയ്ക്കും ചേർത്ത് 62 ഒഴിവുകളാണ് വന്നിരിക്കുന്നത്. ഇത് കേന്ദ്ര സർക്കാരിൻ്റെ ജോലിയാണ്. കേന്ദ്ര സർക്കാരിൻ്റെ ജോലി ആയതുകൊണ്ട് തന്നെ മാസത്തിൽ ലഭിക്കുന്ന ശമ്പള സ്കെയിൽ പറഞ്ഞിരിക്കുന്നത് ഓരോ തസ്തികകൾക്കും ശമ്പള സ്കെയിലിന് വ്യത്യാസമുണ്ട്. എങ്കിലും സ്റ്റാർട്ടിങ്ങിൽ 19,900 രൂപ മുതൽ 1,12,400 രൂപ വരെയാണ് മാസത്തിൽ ശമ്പള സ്കെയിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നല്ല ശമ്പളമുണ്ട്. അതിനോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ജോലി ആയതുകൊണ്ട് തന്നെ കേന്ദ്രത്തിൻ്റെ ആനുകൂല്യങ്ങളും ശമ്പളത്തിനോടൊപ്പം ലഭിക്കുന്നതായിരിക്കും. കേന്ദ്ര സർക്കാരിൻ്റെ നാഷണൽ വാട്ടർ ഡെവലപ്മെൻറ്റ് ഏജൻസിയുടെ കീഴിലേക്ക് എല്ലാ വിഭാഗക്കാർക്കും ഒഴിവ് വന്നിട്ടുണ്ട്. ജനറൽ കാറ്റഗറിയിലുള്ളവർക്ക്, OBC വിഭാഗക്കാർക്ക്, SCയിലുള്ളവർക്ക്, STയിലുള്ളവർക്ക്, EWS വിഭാഗക്കാർക്ക് ഒഴിവ് വന്നിട്ടുണ്ട്. ഹാൻഡിക്രാഫ്റ്റ് ആയിട്ടുള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ്. എക്സ് സർവീസ് മാൻ ആയിട്ടുള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഹാൻഡിക്രാഫ്റ്റ് ആയിട്ടുള്ളവരൊക്കെ അപേക്ഷിക്കുമ്പോൾ അവർക്ക് ഏത് തസ്തികയ്ക്കാണോ അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നത് ആ തസ്തികയിലേക്ക് അപേക്ഷിക്കുക. കാരണം ടോട്ടൽ ഇത്ര വേക്കൻസിയിൽ നിന്ന് ഇത്ര ശതമാനം ഹാൻഡിക്രാഫ്റ്റ് ആയിട്ടുള്ളവർക്ക് കൊടുക്കണമെന്ന് അവർക്ക് ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അംഗവൈകല്യമായിട്ടുള്ളവരും എക്സ് സർവീസ് മാൻ ആയിട്ടുള്ളവർക്കൊക്കെ ഈ ജോലിക്ക് വേണ്ടി അപേക്ഷിക്കാവുന്നതാണ്. മറ്റുള്ള എല്ലാ വിഭാഗക്കാർക്കും, OBC കാറ്റഗറി, SC, ST എല്ലാ വിഭാഗക്കാർക്കും ഇതിനകത്ത് ഒഴിവ് വന്നിട്ടുണ്ട്. ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നവർക്കുള്ള ക്വാളിഫിക്കേഷൻ എന്തൊക്കെയായിരിക്കണം എന്നതിനെക്കുറിച്ച് പറയാം. ഒന്നാമത്തെ തസ്തികയായ ജൂനിയർ എഞ്ചിനീയർ തസ്തികയാണ്. ഇതിന് വേണ്ടുന്ന യോഗ്യത പറഞ്ഞിരിക്കുന്നത് ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളവർക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇനി ഡിപ്ലോമ ഇല്ലാത്തവർ സിവിൽ എഞ്ചിനീയറിംഗ്, ഡിഗ്രി ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് പഠിച്ചിട്ടുള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ്. ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ഉള്ളവർക്ക് അപേക്ഷിക്കുക. അതില്ല എങ്കിൽ ഡിഗ്രി ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ഉള്ള യോഗ്യത ഉള്ളവർക്ക് ഒന്നാമത്തെ തസ്തികയായ ജൂനിയർ എഞ്ചിനീയർ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. രണ്ടാമത്തെ തസ്തിക ഹിന്ദി ട്രാൻസ്ലേറ്റർ തസ്തികയാണ്. ഇതിന് വേണ്ടുന്ന വിദ്യാഭ്യാസ യോഗ്യത പറഞ്ഞിരിക്കുന്നത് മാസ്റ്റർ ഡിഗ്രി ഇൻ ഹിന്ദിയിലും ഇംഗ്ലീഷിലും ഉള്ളവർക്കാണ് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നത്. അപ്പോൾ ഹിന്ദി ട്രാൻസ്ലേറ്റർ ആയതുകൊണ്ട് തന്നെ ഹിന്ദി നല്ലതുപോലെ അറിയാവുന്നവർക്ക്, ട്രാൻസ്ലേറ്റ് ചെയ്യാനൊക്കെ കഴിവുള്ളവർക്ക് രണ്ടാമത്തെ തസ്തികയായ ഹിന്ദി ട്രാൻസ്ലേറ്റർ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. മൂന്നാമത്തെ തസ്തികയായ ജൂനിയർ അക്കൗണ്ട്സ് ഓഫീസർ തസ്തികയാണ്. ഇതിന് വേണ്ടുന്ന വിദ്യാഭ്യാസ യോഗ്യത പറഞ്ഞിരിക്കുന്നത് ഇതിനകത്ത് എസെൻഷ്യൽ ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും അപേക്ഷിക്കാം, ഡിസേബിൾ ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും അപേക്ഷിക്കാം. അപ്പോൾ ആദ്യം എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് ഡിഗ്രി ഇൻ കൊമേഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളവർക്ക്, അംഗീകൃത സ്ഥാപനത്തിൽ നിന്ന് ഡിഗ്രി ഇൻ കൊമേഴ്സ് എടുത്തിരിക്കണം. പിന്നെ 3 വർഷത്തെ ക്യാഷ് ആൻഡ് അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ നല്ല എക്സ്പീരിയൻസ് ഉള്ള വ്യക്തിയായിരിക്കണം. അത് ഏതെങ്കിലും ഗവൺമെൻറ് ഓഫീസിലോ PSCയിലോ അല്ലെങ്കിൽ അറ്റോണമസ് ബോഡിയിലോ അല്ലെങ്കിൽ സ്റ്റാറ്റ്യൂട്ടറി ബോഡിയിലോ, അപ്പോൾ ഇങ്ങനെയുള്ള ഏതെങ്കിലും ഫീൽഡുകളിൽ ആ ക്യാഷ് ആൻഡ് അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ 3 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള വ്യക്തിയായിരിക്കണം. അപ്പോൾ ഡിഗ്രി ഇൻ കൊമേഴ്സും 3 വർഷത്തെ ക്യാഷ് ആൻഡ് അക്കൗണ്ട്സിന് നല്ല എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മൂന്നാമത്തെ തസ്തികയായ ജൂനിയർ അക്കൗണ്ട്സ് ഓഫീസർ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇത് പറഞ്ഞത് എസെൻഷ്യൽ ക്വാളിഫിക്കേഷനാണ്. ഇതിനകത്ത് തന്നെ ഈ യോഗ്യത ഇല്ല എങ്കിൽ ഡിസേബിൾ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപേക്ഷിക്കാം. ഡിസേബിൾ ക്വാളിഫിക്കേഷൻ വേണ്ടത് CA ഉള്ളവർ, CA എന്ന് പറയുമ്പോൾ ചാർട്ടേഡ് അക്കൗണ്ടാണ്, ICWA ഉള്ളവർക്കും പിന്നെ കമ്പനി സെക്രട്ടറി ഒക്കെ ആയിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടൊക്കെ ഇരിക്കാൻ കഴിവുള്ള വ്യക്തിയാണെങ്കിൽ അവർക്കും ഈ പറഞ്ഞ ജൂനിയർ അക്കൗണ്ട് ഓഫീസർ എന്ന തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അടുത്ത നാലാമത്തെ തസ്തിക അപ്പർ ഡിവിഷൻ ക്ലർക്ക് തസ്തികയാണ്. ഇതിന് വേണ്ടുന്ന വിദ്യാഭ്യാസ യോഗ്യത പറഞ്ഞിരിക്കുന്നതും ഇതിനകത്തും എസെൻഷ്യൽ ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപേക്ഷിക്കാം, ഡിസേബിൾ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും അപേക്ഷിക്കാം. ആദ്യമേ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് ഏതെങ്കിലും ഒരു ഡിഗ്രിയാണ്. നിങ്ങൾ അംഗീകൃത യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഏത് സബ്ജക്റ്റ് ആയാലും കുഴപ്പമില്ല, ഡിഗ്രി ഉള്ളവർക്ക് അപ്പർ ഡിവിഷൻ ക്ലർക്ക് തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇനി ഡിഗ്രി യോഗ്യത ഇല്ല എങ്കിൽ ഡിസേബിൾ ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് കമ്പ്യൂട്ടർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, അതായത് കമ്പ്യൂട്ടർ നല്ലതുപോലെ
വർക്ക് ചെയ്യാൻ അറിയാവുന്നവർക്ക്, അതായത് MS ഓഫീസ്, MS വേർഡ്, എക്സൽ, പവർ പോയിൻറ്റ്, ഇൻ്റർനെറ്റ്, ഈ കാര്യങ്ങളൊക്കെ നല്ലതുപോലെ കമ്പ്യൂട്ടർ ഫീൽഡിൽ കൈകാര്യം ചെയ്യാൻ അറിയാവുന്ന വ്യക്തിയാണെങ്കിൽ അവർക്ക് വിദ്യാഭ്യാസ യോഗ്യത പ്രശ്നമില്ല. കമ്പ്യൂട്ടർ ഫീൽഡിനെ കുറിച്ച് നല്ലതുപോലെ ഈ പറഞ്ഞ MS ഓഫീസ്, MS വേർഡ്, എക്സൽ, പവർ പോയിൻറ്റ്, ഈ കാര്യങ്ങളൊക്കെ നല്ലതുപോലെ അറിയാമെങ്കിൽ അവർക്കും 4ാമത്തെ തസ്തികയായ അപ്പർ ഡിവിഷൻ ക്ലർക്ക് തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അങ്ങനെ അപേക്ഷിക്കാം. അതില്ല എങ്കിൽ ഡിസേർവ്ഡ് ക്വാളിഫിക്കേഷൻ ആയിട്ടുള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ്. അടുത്ത് 5ാമത്തെ തസ്തിക സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് 2 തസ്തികയാണ്. ഇതിന് വേണ്ടുന്ന വിദ്യാഭ്യാസ യോഗ്യത പറഞ്ഞിരിക്കുന്നത് 12ാം ക്ലാസ് യോഗ്യതയാണ്. 12ാം ക്ലാസ് പാസ്സായിരിക്കണം. 12ാം ക്ലാസ് സയൻസ് സബ്ജക്റ്റ് ആയാലും കൊമേഴ്സ് ആയാലും കുഴപ്പമില്ല, 12ാം ക്ലാസ് പാസ്സായിരുന്നാൽ മാത്രം മതി. അതിനോടൊപ്പം തന്നെ സ്റ്റെനോഗ്രാഫറിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. ഏകദേശം മിനിറ്റിൽ 80 വേർഡ്സ് സ്പീഡുള്ള വ്യക്തിയായിരിക്കണം സ്റ്റെനോഗ്രാഫറിനെ കുറിച്ച്. അപ്പോൾ 12ാം ക്ലാസ് യോഗ്യതയും സ്റ്റെനോഗ്രാഫറിനെ കുറിച്ച് അറിയാമെങ്കിൽ 5ാമത്തെ തസ്തികയായ സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് 2 തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. 6ാമത്തെ തസ്തിക ലോവർ ഡിവിഷൻ ക്ലർക്ക് തസ്തികയാണ്. ഇതിനു വേണ്ടുന്ന യോഗ്യത പറഞ്ഞിരിക്കുന്നത് 12ാം ക്ലാസ് യോഗ്യതയാണ്. 12ാം ക്ലാസ് പാസ്സായിരിക്കണം. പിന്നെ ടൈപ്പിംഗ് സ്പീഡ് ഉണ്ടായിരിക്കണം. ഏകദേശം മിനിറ്റിൽ 35 വേർഡ്സ് ഇംഗ്ലീഷ് ടൈപ്പ് ചെയ്യാൻ അറിഞ്ഞിരിക്കണം. ഹിന്ദിയും ഏകദേശം 30 വേർഡ്സ് മിനിറ്റിൽ ടൈപ്പ് ചെയ്യാൻ അറിഞ്ഞിരിക്കണം. അപ്പോൾ 12ാം ക്ലാസ് യോഗ്യതയും ടൈപ്പിംഗ് സ്പീഡ് ഉണ്ടെങ്കിൽ ലോവർ ഡിവിഷൻ ക്ലർക്ക് തസ്തികയിലേക്കും അപേക്ഷിക്കാവുന്നതാണ്. ഈ ലോവർ ഡിവിഷൻ ക്ലർക്കിലേക്ക് എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ ആണ് പറഞ്ഞത്. ഇനി എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ ഇല്ലെങ്കിൽ ഡിസേറബിൾ ക്വാളിഫിക്കേഷൻ പറയാം. ഡിസേറബിൾ ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് ലോവർ ഡിവിഷൻ ക്ലർക്കിലേക്ക് വിദ്യാഭ്യാസ യോഗ്യത പ്രശ്നമൊന്നുമില്ല, അതൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല. കമ്പ്യൂട്ടർ നല്ലതുപോലെ ഓപ്പറേറ്റിംഗ് ചെയ്യാൻ അറിയാമെങ്കിൽ, അതായത് MS വേർഡ്, MS ഓഫീസ്, MS എക്സൽ, പവർ പോയിൻറ്റ്, ഇൻ്റർനെറ്റ്, ഈ കാര്യങ്ങളൊക്കെ നല്ലതുപോലെ കൈകാര്യം ചെയ്യാൻ അറിയാവുന്ന വ്യക്തിയാണെങ്കിൽ അവർക്ക് മറ്റുള്ള ക്വാളിഫിക്കേഷനൊന്നും പ്രശ്നമില്ല. അങ്ങനെയുള്ള യോഗ്യത ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ 6ാമത്തെ തസ്തികയായ ലോവർ ഡിവിഷൻ ക്ലർക്ക് തസ്തികയിലേക്ക് അപേക്ഷിക്കുക. ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നവർക്കുള്ള പ്രായപരിധി പറഞ്ഞിരിക്കുന്നത് ഹിന്ദി ട്രാൻസ്ലേറ്ററിനും ജൂനിയർ അക്കൗണ്ട്സ് ഓഫീസർ തസ്തികയ്ക്കും പ്രായപരിധി 21 വയസ്സ് മുതൽ 30 വയസ്സ് വരെ ഉള്ളവർക്കാണ് അപേക്ഷിക്കാവുന്നത്. 21 വയസ്സ് മുതൽ 30 വയസ്സ് വരെ. ബാക്കിയുള്ള എല്ലാ തസ്തികകൾക്കും 18 വയസ്സ് മുതൽ 27 വയസ്സ് വരെ ഉള്ളവർക്കാണ് അപേക്ഷിക്കാവുന്നത്. ഇത് ജനറൽ കാറ്റഗറിയിലുള്ളവർക്ക് ഉള്ള പ്രായപരിധിയാണ് പറഞ്ഞിരിക്കുന്നത്. മറ്റുള്ള വിഭാഗക്കാർക്കൊക്കെ പ്രായപരിധി ഇളവുണ്ട്. OBC കാറ്റഗറി ആണെങ്കിൽ 3 വർഷത്തെ പ്രായപരിധിന് ഇളവ് ലഭിക്കുന്നതായിരിക്കും. SC ST വിഭാഗക്കാർക്കാണെങ്കിൽ 5 വർഷത്തെ പ്രായപരിധി ഇളവ് ലഭിക്കുന്നതായിരിക്കും. ഫിസിക്കലി ഹാൻഡിക്രാഫ്റ്റ് ആയിട്ടുള്ളവർക്ക് 10 വർഷത്തെ ഇളവ്, അത് ജനറൽ കാറ്റഗറിയിൽ പെടുന്നവരാണെങ്കിൽ 10 വർഷത്തെ ഇളവ്. ഈ ഫിസിക്കലി ഹാൻഡിക്രാഫ്റ്റ് ആയിട്ടുള്ളവർ SC ST വിഭാഗത്തിലുള്ളവരാണെങ്കിൽ 15 വർഷത്തെ ഇളവും, OBC കാറ്റഗറിയിലാണെങ്കിൽ 13 വർഷത്തെ ഇളവ് ലഭിക്കുന്നതായിരിക്കും. പിന്നെ എക്സ് സർവീസ് മാൻ ആയിട്ടുള്ളവർക്കൊക്കെ പ്രായപരിധിക്ക് ഇളവ് ലഭിക്കുന്നതായിരിക്കും. എക്സ് സർവീസ് മാൻ എന്ന് പറയുമ്പോൾ ആർമിയിൽ നിന്ന് ഇതായിട്ടുള്ളവർ, ആർമി, നേവി, എയർഫോഴ്സ്, ഈ ഫീൽഡിൽ നിന്നുള്ള എക്സ് സർവീസ് മാൻ ആയിട്ടുള്ളവരുണ്ടെങ്കിൽ അവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഈ പ്രായപരിധിക്കൊക്കെ ഇളവ് ലഭിക്കണമെങ്കിൽ കാസ്റ്റിൻ്റെ സർട്ടിഫിക്കറ്റ് ഉള്ളവർ നിർബന്ധമായിട്ട് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ ഹാൻഡിക്രാഫ്റ്റ് ആയിട്ടുള്ളവർ അവർക്ക് അതിൻ്റേതായിട്ടുള്ള സർട്ടിഫിക്കറ്റൊക്കെ ഹാജരാക്കണം. എങ്കിൽ മാത്രമേ പ്രായപരിധി ഇളവ് ലഭിക്കുകയുള്ളൂ. ഈ ജോലിക്ക് വേണ്ടി അപേക്ഷിക്കുന്നവർക്ക് ഫീസ് അടയ്ക്കേണ്ടതായിട്ടുണ്ട്. ജനറൽ കാറ്റഗറിയും OBC കാറ്റഗറി ആണെങ്കിൽ 840 രൂപയാണ് ഫീസ് അടയ്ക്കേണ്ടത്. SC ST സ്ത്രീകൾ, EWS വിഭാഗക്കാർ, PWD ഈ കാറ്റഗറിയിൽ പെടുന്നവർ 500 രൂപയാണ് ഫീസ് അടയ്ക്കേണ്ടത്. ഫീസ് അടച്ചെങ്കിൽ മാത്രമേ ആപ്ലിക്കേഷൻ അവർ അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ, അല്ലെങ്കിൽ അവർ ആപ്ലിക്കേഷൻ അക്സെപ്റ്റ് ചെയ്തില്ല. അപ്പോൾ യോഗ്യരായിട്ടുള്ളവർ ജോലിക്ക് വേണ്ടി അപേക്ഷിക്കുന്നവർ ഫീസും കൂടെ അതിനോടൊപ്പം അടയ്ക്കുക. ജോലിക്ക് വേണ്ടി അപേക്ഷിച്ചതിന് ശേഷം യോഗ്യരായിട്ടുള്ളവരെ തിരഞ്ഞെടുക്കുന്നത് ജൂനിയർ എഞ്ചിനീയർ, ഹിന്ദി ട്രാൻസ്ലേറ്റർ, ജൂനിയർ അക്കൗണ്ട് ഓഫീസർ, ഈ തസ്തികയിലുള്ളവർക്ക് കമ്പ്യൂട്ടർ ബേസ് ഓൺലൈൻ ടെസ്റ്റ് നടത്തുന്നതായിരിക്കും. അതിൽ നിന്നാണ് യോഗ്യരായിട്ടുള്ളവർ തിരഞ്ഞെടുക്കുന്നത്. സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് 2, LDC ഇങ്ങനെയുള്ള വിഭാഗത്തിലുള്ളവർക്ക് തിരഞ്ഞെടുക്കുന്നത് ഓൺലൈൻ വഴിയായിട്ട് കമ്പ്യൂട്ടർ ടെസ്റ്റ് നടത്തും. അതിനോടൊപ്പം തന്നെ സ്കിൽ ടെസ്റ്റൊക്കെ നടത്തുന്നതായിരിക്കും. സ്കിൽ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ സ്റ്റെനോഗ്രാഫർ തസ്തികയ്ക്ക് സ്റ്റെനോഗ്രാഫർ അറിയാമോ, അതുപോലെ തന്നെ ടൈപ്പിംഗ് LDC തസ്തികയിലൊക്കെ ടൈപ്പിംഗ് അറിയാവുന്നവരാണോ എന്നതിനെക്കുറിച്ചൊക്കെ സ്കിൽ ടെസ്റ്റ് നടത്തുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് അതിൽ നിന്ന് യോഗ്യരായിട്ടുള്ളവരെ ജോലിക്ക് വേണ്ടി തിരഞ്ഞെടുക്കുന്നത്. ജോലിക്ക് വേണ്ടി അപേക്ഷിക്കേണ്ടത് ഓൺലൈൻ വഴിയായിട്ടാണ്. ഓൺലൈൻ വഴി എന്ന് പറയുമ്പോൾ ഒഫീഷ്യലായിട്ടുള്ള വെബ്സൈറ്റ് ഉണ്ട്. വെബ്സൈറ്റ് കയറിയിട്ട് വേണം ജോലിക്ക് വേണ്ടി അപേക്ഷിക്കേണ്ടത്. വെബ്സൈറ്റ് പറയാം, www.nwda.gov.in.
ഈ വെബ്സൈറ്റിൽ കയറിയിട്ട് വേണം ഓൺലൈൻ വഴിയായിട്ട് ജോലിക്ക് വേണ്ടി അപേക്ഷിക്കേണ്ടത്. ഓൺലൈൻ വഴിയായിട്ട് അപേക്ഷിക്കുമ്പോൾ കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻ കൊടുക്കുക. നിങ്ങളുടെ ഫോൺ നമ്പർ, നിങ്ങളുടെ മെയിൽ ഐ ഡി, നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി, കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് എല്ലാ ഡീറ്റെയിലും നിങ്ങൾക്ക് വെബ്സൈറ്റിൽ കയറി നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ജോലിക്ക് വേണ്ടി അപേക്ഷിച്ചതിന് ശേഷം കോൾ ലെറ്ററൊക്കെ വരുന്നതായിരിക്കും. കോൾ ലെറ്റർ വരുന്നത് ഒന്നെങ്കിൽ നിങ്ങളുടെ വെബ്സൈറ്റിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനകത്ത് ലഭിക്കും. അല്ല എങ്കിൽ നിങ്ങളുടെ കറക്റ്റായിട്ടുള്ള മെയിൽ ഐ ഡി തന്നെ ആ കോൾ ലെറ്ററിനെ കുറിച്ചുള്ള ഇൻഫർമേഷനൊക്കെ മെയിൽ ഐ ഡിയിൽ വരുന്നതായിരിക്കും. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ കൊടുക്കുമ്പോൾ കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻ കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ജോലിയെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളോ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയണം, ഇനിയും ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയണമെങ്കിൽ സംശയങ്ങളോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഫോൺ നമ്പർ മെയിൽ ഐ ഡിക്ക് തന്നിട്ടുണ്ട്. അതിനകത്ത് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ജോലിയെക്കുറിച്ചുള്ള എന്ത് സംശയങ്ങൾക്കുള്ള മറുപടി അവർ തരുന്നതായിരിക്കും. മെയിൽ ഐ ഡിയിൽ വേണമെങ്കിൽ മെയിൽ ഐ ഡി അയക്കാം. ആദ്യം മെയിൽ ഐ ഡി പറയാം: helpdesk.nwda.recruitment@gmail.com. സംശയങ്ങൾ നിങ്ങൾ മെയിൽ ഐ ഡി ചോദിക്കാം, അല്ലെങ്കിൽ ഫോൺ നമ്പറിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്യാം. ഫോൺ നമ്പർ പറയാം: 9453819497. ഇതൊരു നമ്പർ. രണ്ടാമത് വേറൊരു നമ്പറും കൂടെ ഉണ്ട്, 9453827201. ഈ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ജോലിയെക്കുറിച്ചുള്ള എന്ത് സംശയങ്ങൾക്കുള്ള മറുപടിയും എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള റിപ്ലൈ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ഈ ജോലിക്ക് വേണ്ടി അപേക്ഷിക്കാനുള്ള സമയം അനുവദിച്ചിരിക്കുന്നത്, ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് ജൂൺ മാസം 25 വരെയാണ്. അപ്പോൾ യോഗ്യരായിട്ടുള്ളവർ ജൂൺ മാസം 25 മുമ്പ് തന്നെ ഓൺലൈൻ വഴിയായിട്ട് ഈ ജോലിക്ക് വേണ്ടി അപേക്ഷിക്കുക. ഈ ജോലിയെക്കുറിച്ചുള്ള കൂടുതൽ ഇൻഫോർമേഷൻ നിങ്ങൾക്ക് ഇനിയും അറിയണമെങ്കിൽ ഒഫീഷ്യലായിട്ടുള്ള വെബ്സൈറ്റിൽ കയറിയാൽ മതി. വെബ്സൈറ്റ് www.nwda.gov.in. ഈ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ജോലിയെക്കുറിച്ചുള്ള കൂടുതൽ ഇൻഫോർമേഷൻ നിങ്ങൾക്ക് അവിടെ ലഭിക്കുന്നതായിരിക്കും. കേന്ദ്ര സർക്കാരിൻ്റെ നാഷണൽ വാട്ടർ ഡെവലപ്മെൻറ്റ് ഏജൻസിയുടെ വേക്കൻസി, ഓൾ ഓവർ ഇന്ത്യ വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ മെയിൻ ആസ്ഥാനം, ഇതിൻ്റെ മെയിൻ ഓഫീസ് നിൽക്കുന്നത് ഡൽഹിയിലാണ്. ഇതിൻ്റെ മെയിൻ ഓഫീസ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ വേക്കൻസി എവിടെയാണെന്നൊന്നും അവർ മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പോൾ ഇന്ത്യയിലെ ഏത് സ്റ്റേറ്റിലും ജോലി ലഭിക്കാൻ സാധ്യത കൂടുതലാണ്. പിന്നെ ഇതിൻ്റെ മെയിൻ ആസ്ഥാനം ഡൽഹി ആയതുകൊണ്ട് ഒരുപക്ഷെ ഡൽഹിയിലായിരിക്കും ചിലപ്പോൾ ജോലി ലഭിക്കാൻ സാധ്യത കൂടുതൽ. പിന്നെ കേരളത്തിലെ ഒഴിവുകൾ വന്നിട്ടില്ല. കേരളത്തിൻ്റെ പുറത്തായിരിക്കും മിക്കവാറും ഇതിൻ്റെയൊക്കെ ഒഴിവുകൾ വരുന്നത്. വിദ്യാഭ്യാസ യോഗ്യതയും പ്രായപരിധിയൊക്കെ യോഗ്യരായിട്ടുള്ളവർ ഈ ജോലിക്ക് വേണ്ടി അപേക്ഷിക്കുക. മാസത്തിൽ നല്ല ശമ്പള സ്കെയിലുണ്ട്. മാക്സിമം ഈ ജോലി നിങ്ങളുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തുക. ഈ ജോലിയുടെ നോട്ടിഫിക്കേഷനിലെ ലിങ്ക് ഈ വീഡിയോയുടെ താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് നോക്കാവുന്നതാണ്. ഈ ജോലിയുടെ ഇൻഫോർമേഷൻ നിങ്ങളുടെ ഫ്രണ്ട്സിന്, റിലേറ്റീവ്സിന്, നിങ്ങളുടെ ചുറ്റുപാടുള്ളവർക്കൊക്കെ ഇതിൻ്റെ ലിങ്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. കേന്ദ്ര സർക്കാർ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇതുപോലുള്ള ജോബിൻ്റെയൊക്കെ ഇൻഫോർമേഷൻ അവർക്ക് വളരെ പ്രയോജനകരമായി തീരും. ഈ ജോബിൻ്റെയൊക്കെ ഇൻഫോർമേഷൻ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നെങ്കിൽ ഈ ചാനൽ ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്യാതിരിക്കരുത്, തീർച്ചയായിട്ടും ഈ ചാനൽ ലൈക്ക് ചെയ്യുക. പുതിയ ഗവൺമെൻറ് ജോലികളുടെ അപ്ഡേറ്റ്സുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബായ്.